ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങൾ ഒരാളെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? സന്ദേശമയച്ച് മറുപടി വരാത്തപ്പോൾ വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ടോ? അവർ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ട് ഞാൻ കൂടുതൽ ട്രൈ ചെയ്യുമ്പോൾ അവനോ അവളോ കൂടുതൽ എന്നിൽ നിന്നും അകലുന്നത്? ഇത് സ്നേഹത്തിൻ്റെ പ്രശ്നമല്ല, ഇത് എനർജിയുടെ പ്രശ്നമാണ്. പിന്തുടരൽ എന്നത് വെറും സന്ദേശം അയക്കൽ അല്ല. പിന്തുടരുന്നത് നിങ്ങളുടെ സമയം ഉപേക്ഷിക്കൽ, നിങ്ങളുടെ സ്വാഭിമാനം ത്യജിക്കൽ, നിങ്ങളുടെ മൂല്യം കുറയ്ക്കൽ, നിങ്ങളുടെ സന്തോഷം മറ്റൊരാളിൽ ആശ്രയിക്കൽ, ഇതെല്ലാമാണ്. നിങ്ങൾ എനിക്ക് നിന്നെ വേണമെന്ന് ആവർത്തിക്കുമ്പോൾ നിങ്ങളെ തന്നെ താഴെയിടുകയാണ് ചെയ്യുന്നത്. ഒരു സത്യം കേൾക്കൂ, മനുഷ്യർ സ്വാഭാവികമായി വിലയുള്ളതിനെ പിന്തുടരും, ലഭിക്കാനിരിപ്പുള്ളതിനെ അല്ല. മനുഷ്യ മനസ്സ് എന്തിനാണ് ഏറ്റവും അധികം വിലമതിക്കുന്നത് അറിയാമോ? വെല്ലുവിളിയുള്ളത്, ആത്മവിശ്വാസമുള്ളത്, സ്വയം തിരക്കുള്ളത്, സ്വന്തമായിട്ട് ഒരു ലോകം തന്നെയുള്ളതിന്. നിങ്ങൾ എല്ലായ്പ്പോഴും ലഭ്യനായി നടക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമാകില്ല. നിങ്ങളെല്ലായ്പ്പോഴും ശരിയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിന് വില കുറയും. നിങ്ങൾ ഒരാളെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിങ്ങളെല്ലാം സമ്മതിക്കുന്നുണ്ടോ? അത് സ്നേഹമല്ല, അതൊരു തരം ഭയമാണ്. ബഹുമാനമില്ലാത്ത സ്നേഹം വേദനയായിത്തീരും. ഒരു വ്യക്തി നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവർ ഒരിക്കൽ നിങ്ങളുടെ പുറകെ വരികയില്ല, നിങ്ങളെ വിലമതിക്കുകയുമില്ല. ഇത് മനസ്സിലാക്കിക്കോ. ബഹുമാനമില്ലാത്ത ബന്ധം സംശയം, അസ്വസ്ഥത, ഭയം എന്നിവയാണ്. ബഹുമാനമുള്ളതോ ശാന്തി, സ്ഥിരത, ഉറപ്പ് എന്നിവയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളെങ്ങനെ ബഹുമാനിക്കും? നിങ്ങൾ നിങ്ങളുടെ മാനദണ്ഡങ്ങൾ കുറയ്ക്കുമ്പോൾ മറ്റൊരാൾ നിങ്ങൾ താഴെയാക്കാൻ പഠിക്കും. നിങ്ങൾ പിന്തുടരുമ്പോൾ നിങ്ങൾ അയക്കുന്ന സന്ദേശം ഇതാണ്: ഞാൻ നീയില്ലെങ്കിൽ ഒന്നുമല്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുകയില്ലേ? പക്ഷേ നിങ്ങൾ ശാന്തമായി നിലകൊള്ളുമ്പോൾ നിങ്ങൾ പറയുന്നത്, ഞാൻ എന്നെ വിശ്വസിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. പൂർണ്ണനായ വ്യക്തിയെ ആളുകൾ പിന്തുടരും, അപൂർണത കാണിക്കുന്നവരെയല്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഓർമ്മിക്കുമ്പോൾ മറ്റൊരാൾ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടും. നിങ്ങൾ പിന്തുടർന്ന് നിർത്തുക. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. 24 hours നിയമം. ഉടൻ പ്രതികരിക്കാതിരിക്കുക. ഒരേ ഊർജ്ജം മാത്രം തിരികെ നൽകുക. നിങ്ങളുടെ ലക്ഷ്യം പ്രധാനമാക്കുക. ശരീരഭാഷ, സംസാരശൈലി, ആത്മവിശ്വാസം എന്നിവ മെച്ചപ്പെടുത്തുക. നഷ്ടപ്പെടുമെന്ന ചിന്ത മാറ്റുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതം വിലമതിക്കുമ്പോൾ ആരെയും പിന്തുടരേണ്ട കാര്യം വരികയില്ല. മനസ്സിലാക്കുക, നിങ്ങൾ ചേസ് ചെയ്യേണ്ട ആളല്ല, നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ട ആളാണ്. നിങ്ങൾ ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ തോൽപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങളെ തന്നെ ഉയർത്തുന്നു. ഇന്നു മുതൽ ഒരു ഡിസിഷൻ എടുക്കുക. ഞാൻ ആരെയും ചേസ് ചെയ്യില്ല, ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യും, ഞാൻ എന്നെ തന്നെ റെസ്പെക്റ്റ് ചെയ്യും. സ്വയം സ്നേഹിക്കുക, അട്രാക്റ്റിംഗ് പേഴ്സൺ ആവുക, സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.